മുഹമ്മദ് നബി എന്ന് പറയുന്നത് കേവലം മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രകാശമല്ല, മറിച്ച് അത് ലോകത്തിന്റെ പ്രകാശമാണ്. അത് എൻ്റെ കൂടെ പ്രവാചകനാണ്. നിങ്ങളെ പോലെ തന്നെ ഈ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന, ഒരുമിച്ച് ജനത മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, കൈപിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനതയുടെയും പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നബി. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ നമ്പർ ഉണ്ടായിരുന്നത് അവിടുത്തെ യഹൂദരും ക്രിസ്ത്യൻസും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ഗോത്രവർഗക്കാരും ഒക്കെയായിരുന്നു. അന്ന് മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച മദീന ഡോക്യുമെന്റിൽ അടിവരയിട്ട് പറയുന്നത് യഹൂദനും ഗോത്രവർഗക്കാരനും ക്രിസ്ത്യാനിക്കും മുസ്ലിം വിശ്വാസിക്കും ഒരേപോലെ എല്ലാ അവസരങ്ങളും നൽകുന്ന, എല്ലാ ജീവിത സാഹചര്യങ്ങളും നൽകുന്ന ഒരു ഭരണകൂടം ഞാൻ സ്ഥാപിക്കാം എന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. അതിനേക്കാൾ വലിയ ഒരു ബഹുസ്വരത നമുക്ക് മറ്റെവിടെയാണ് കാണാൻ കഴിയുന്നത്? അങ്ങനെ ഒരു ബഹുസ്വരതയുടെ പ്രോദ്ഘാടകൻ കൂടിയായിരുന്നു. ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ അസ്സലാമു അലൈക്കും പറയുമ്പോൾ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിലായതുകൊണ്ട് ഞങ്ങളെ സോപ്പിടാൻ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞതാണോ എന്നൊരു പക്ഷേ മനസ്സിൽ ദുഷ്ടലാക്കാണല്ലോ നമുക്ക് കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം ഒരു ചിന്തയുണ്ടാകും എന്ന് എനിക്കറിയാം. പക്ഷേ അത് ദുഷ്ടലാക്ക് കൊണ്ട് പറഞ്ഞതല്ല. രാവിലെ ഞാനൊരു കോളേജിൽ അധ്യാപികയാണ്. രാവിലെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ കുട്ടികൾ എന്നെ വിഷ് ചെയ്യാറുള്ളത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ വിഷ് ചെയ്യാറുള്ളത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടാണ്, നല്ല ശുഭദിനം നേർന്നുകൊണ്ടാണ്, ഹാവ് എ ഗുഡ് ഡേ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിഷ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ അതേ അർത്ഥത്തിൽ തന്നെ അവരെ തിരിച്ചു വിഷ് ചെയ്യാറുണ്ട്. ചിലരെന്നെ കാണുമ്പോൾ നമസ്കാരം പറയും, ഞാനും തിരിച്ച് നമസ്കാരം പറയാറുണ്ട്. ഗുഡ് മോർണിംഗും നമസ്കാരവും പറയാൻ കഴിയുമെങ്കിൽ അസ്സലാമു അലൈക്കും പറയാനും എനിക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നത്. അത് കേവലം റിലീജിയസ് ആയ ഒരു ആക്ടിവിറ്റി മാത്രമല്ല, മറിച്ച് അത് മനസ്സിൽ നിന്ന് തന്നെ പറയുന്നതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. നമ്മൾ മുഹമ്മദ് നബിയെക്കുറിച്ച് വളരെ സുദീർഘമായി അധ്യക്ഷയും ഒക്കെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു വലിയ ചർച്ചയിലെ ഒരു സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ഒരത്ഭുതമായിരുന്നു എന്ന് വേണം കരുതാൻ. ഞാൻ മുഹമ്മദ് നബിയെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനും തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഞാൻ മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. കുറച്ചു കാലം മലപ്പുറം ജില്ലയിൽ സ്ഥിരതാമസമായപ്പോഴാണ് നബിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനിടയായത്. കാരണം അതുവരെ എന്നെ സംബന്ധിച്ച് അതിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. നമുക്ക് പഠിക്കണമെങ്കിൽ ഒരു അവസരം വേണം അല്ലേ? നമ്മുടെ പാഠശാഖകളിൽ പാഠ്യമേഖലകളിലൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ, ഞാനൊരു ചരിത്രാധ്യാപികയാണ്, ചരിത്ര പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ എടുത്തു പറയാവുന്ന ആരെങ്കിലുമായിട്ടൊന്നും നബിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ഒരു രാജ്യം ഭരിച്ച ആളാണ്, ഒരു രാജ്യഭരണം നടത്തിയ ആളാണ്. പക്ഷേ ചരിത്ര പുസ്തകത്തിൽ രാജ്യഭരണം നടത്തിയ പലരെയും പരാമർശിച്ചു പോയിടത്തൊന്നും അത്തരമൊരു പരാമർശം പോലും മുഹമ്മദ് നബിയെക്കുറിച്ച് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ ചില പ്രശ്നങ്ങൾ, ചില ധാരണകൾ ഒക്കെ നമുക്ക് ചില ചിന്തകളെയൊക്കെ പിടിച്ച് പിറകോട്ട് വലിക്കുന്നതിന് ചില ധാരണ പിശകുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ചരിത്ര പുസ്തകങ്ങളിൽ കരിക്കുലത്തിനകത്ത് ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ ഇല്ലാതെ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗഹനമായ പഠനങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള അറിവ് അത് നമുക്ക് കഴിയുന്ന നിലയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അത് ഇന്നത്തെ കാലത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യക്കകത്ത് നബിയുടെ വചനങ്ങൾ പറയുക എന്ന് പറയുന്നത് തന്നെ അത് തന്നെ ഒരു പൊളിറ്റിക്സ് ആണ്, അത് തന്നെ ഒരു രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ആരൊക്കെ പറയരുതെന്ന് പറയുന്നുവോ, ആരൊക്കെ എന്തൊക്കെയാണോ മാറ്റി നിർത്താൻ പറയുന്നത്,
ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച്, എൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, അവകാശം എനിക്കുണ്ട് എന്ന് എൻ്റെ ഭരണഘടന എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തട്ടിത്തെറിപ്പിക്കാൻ ഒരു ഭരണകൂടത്തെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മളിത് ആവർത്തിച്ച് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നബിയെക്കുറിച്ച്, നബിയുടെ രാഷ്ട്രത്തെക്കുറിച്ച് ഒരു വലിയ സങ്കല്പമായിരുന്നു നബിയുടെ രാഷ്ട്രം എന്ന് പറയുന്നത്. ഞാൻ ഗ്രീസും റോമും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസിക് സിവിലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഗ്രീക്കോ റോമൻ കൾച്ചറിനകത്ത് അവിടെ പ്ലാറ്റോ പറയുന്നുണ്ട്. പ്ലാറ്റോവിൻ്റെ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വർക്കിനകത്ത് ഫിലോസഫർ കിങ് എന്നാണ് പറയുന്നത്. രാജാവ് ആരായിരിക്കണം? അയാൾ ഒരു തത്വചിന്തകനായിരിക്കണം, ഫിലോസഫർ ആയിരിക്കണം ഭരണാധികാരിയാവുന്നത്. ഒരു തത്വചിന്തകൻ ഭരണം ഏൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യം ഏറ്റവും പുരോഗതിയിലേക്ക്, ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ടു പോകും. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമെന്ന് പ്ലാറ്റോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഹമ്മദ് നബി സ്ഥാപിച്ച രാജ്യം ഒരു ഫിലോസഫർ കിങ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഭരണാധികാരി എന്നുള്ളത് ഫിലോസഫിക്കൽ കൂടി ആയി മാറിയിരുന്നു അവിടെ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ചരിത്രവശത്ത് നിന്ന് നോക്കുമ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കട്ടെ. അതേപോലെ തന്നെ മുഹമ്മദ് നബിയെക്കുറിച്ച് ചരിത്രത്തിനകത്ത് പറഞ്ഞുപോയ ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയനാണ് ആർണോൾഡ് ടോയൻബി എന്ന് പറയുന്ന ചരിത്രകാരൻ. ആർണോൾഡ് ടോയൻബി അദ്ദേഹം പറയുന്നത് ഈ അറബ് രാജ്യങ്ങളെക്കുറിച്ചുള്ള ചരിത്രം പഠിക്കാൻ ഏറെ ത്വരയോടുകൂടി ഇറങ്ങി തിരിച്ചയാളാണ് ടോയൻബി. പക്ഷേ സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള സിവിലൈസേഷൻസ് ഒന്നുമില്ല. ലോകത്ത് നമ്മൾ എടുത്തു പറയുന്ന നദീതട സംസ്കാരങ്ങളുടെ ഒരു വലിയ ഭൂമിക തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നദീതടങ്ങളിലാണ് വലിയ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് നദീതടങ്ങളിൽ സംസ്കാരം ഉണ്ടായത്? ഏറ്റവും ഫെർട്ടൈലായ, ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണ് ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ സെറ്റിൽ ചെയ്യുകയും അവിടെ താമസമാക്കി അവിടെ ജീവിക്കുകയും അവിടെ കൃഷി നടത്തുകയും അവിടെ വാണിജ്യം നടത്തുകയും ഒക്കെ ചെയ്ത് അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. പക്ഷേ മരുഭൂമിയിൽ അത് സാധ്യമായിരുന്നില്ല. അറബ് രാജ്യങ്ങളുടെ അവസ്ഥയിൽ അവിടെ അത് സാധ്യമായിരുന്നില്ല. അത്തരമൊരു സിവിലൈസേഷൻ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയില്ല. കൾച്ചർ, സിവിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ നമ്മുടെ മേമ്പൊടിക്ക് അതിൻ്റെ പൈതൃകങ്ങളൊക്കെ ഏറ്റുപിടിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമുക്ക് അറബ് കൾച്ചറിനകത്ത് കാണാൻ കഴിയില്ല, അറബ് നാടുകളിൽ കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അത്തരത്തിൽ ഒന്നും മുന്നിലില്ലാതിരുന്ന ഒരു കാലത്ത്, ഒരു സുവർണ കാലഘട്ടത്തിന് ശേഷം ജനിക്കുന്ന ഒരാളല്ല മുഹമ്മദ് നബി. മറിച്ച് ഒന്നുമില്ലാതിരുന്ന നൂറുകണക്കിന് ഗോത്രവർഗങ്ങൾ പരസ്പരം കലഹിച്ചും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചും ധാർമ്മിക മൂല്യങ്ങളൊക്കെ പിച്ചി ചീന്തിയും സ്ത്രീകളെയും ഒരു വലിയ വിഭാഗത്തെ മാറ്റി നിർത്തി അടിമകളെ തല്ലുന്നതിൻ്റെ ശക്തി എത്ര അവനെ സഹിക്കാൻ കഴിയുന്നുവോ അവൻ ഏറ്റവും മിടുക്കനായ അടിമയായ അവനെ മുദ്രകുത്തി. അങ്ങനെയൊക്കെയുള്ളൊരു ലോകമായിരുന്നു ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഒരടിമയെ മാക്സിമം ബലത്തിൽ തല്ലി അവനത് സഹിക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും മിടുക്കനായ അടിമയാണ് എന്ന് മുദ്രകുത്തുന്ന നാട്, സ്ത്രീകളെ മാറ്റി നിർത്തുന്ന നാട്, ഗർഭഛിദ്രം നടത്തുന്ന നാട്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് മുഹമ്മദ് നബി മുന്നോട്ട് വന്നിട്ട് പുതിയ കുറേ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ ആശയങ്ങൾ കേവലം അദ്ദേഹത്തിന് തോന്നിയ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതല്ല, മറിച്ച് അതിലൊരു നീതിന്യായ സംവിധാനത്തിൻ്റെതായ എല്ലാ ചട്ടക്കൂടുകളും അതിനകത്തുണ്ടായിരുന്നു. ആ രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരും തോന്നുന്ന നിയമങ്ങൾ അവരവൻ്റെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കി പോകുന്നതിന് പകരം ക്രോഡീകരിക്കപ്പെട്ട ഒരു നിയമ സംവിധാനം അറബ് രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബിയാണ്. രാജ്യത്തിൻ്റെ നീതി നിർവഹണം, രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു നിയമ സംവിധാനം ഇല്ലാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു രാജ്യം മുന്നോട്ട് പോവില്ല. ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു രാജ്യത്തിനും പുരോഗതി കൈവരിക്കാനും കഴിയില്ല. അങ്ങനെ ഇരിക്കെ കൃത്യമായ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ആരെന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറയുന്ന ഒരു രീതി മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നാം. ടോയൻബി എടുത്തു പറഞ്ഞ അത്ഭുതം അത് തന്നെയാണ്. അങ്ങനെ ചിന്തിക്കാൻ ആ ഒരു കാലത്ത് മുഹമ്മദ് നബിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരത്ഭുതമാണ്.
അതൊരു സാധാരണ മനുഷ്യന്, സാധാരണ ഒരു വ്യക്തിക്ക് സാധിക്കുന്ന ഒന്നല്ല. അവിടെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ആയിട്ട് നമ്മൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ മാത്രം വാചകങ്ങളായിരുന്നില്ല, അദ്ദേഹത്തിലൂടെ ജനങ്ങളോട് ഒരു ശക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു എന്ന് പറയപ്പെടുന്നത് അവിടെ നിന്നാണ്. ഈ തരത്തിൽ മുഹമ്മദ് നബി നമ്മളോട് പങ്കുവെച്ച ആശയങ്ങൾ, അദ്ദേഹം നമ്മളോട് ചർച്ച ചെയ്ത ആശയങ്ങൾ, അത് നമുക്കങ്ങനെ കണ്ണടച്ചിരുട്ടാക്കി ഇതൊന്നും ഞങ്ങൾ നോക്കേണ്ട കാര്യമല്ല, ഞങ്ങൾക്കിതൊന്നും അറിയേ വേണ്ട, ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയില്ല. നമ്മൾ ഈ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഈയിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മം ഇപ്പോൾ വലിയ വിവാദമാണ്. ഒരാളുടെ സീറ്റ് പോലും തെറിക്കാൻ ചിലപ്പം സനാതനധർമ്മം കാരണമായേക്കാം എന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ സനാതനം എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. സനാതനം എന്ന ധർമ്മം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്ന, ഭഗവത്ഗീതയിൽ എടുത്തു പറയുന്ന ഒരു വാചകമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനം എന്ന് പറയുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്നത് എന്ന അർത്ഥം മാത്രമേ ആ വാക്കിനുള്ളൂ. സനാതനമായത് എന്ന് പറഞ്ഞാൽ അത് നശിക്കപ്പെടുന്നില്ല, എല്ലാ കാലത്തേക്കും മുമ്പുണ്ടായിരുന്നു, ഇനിയുള്ള വരുന്ന കാലത്തുണ്ട്, ഇന്നും നിലനിൽക്കുന്നു, എല്ലാ കാലവും നിലനിൽക്കുന്ന എന്തിനേയും നമുക്ക് സനാതനം എന്ന് പറയാം. പക്ഷേ സനാതനമായത് മറ്റൊരാളെ അടിച്ചമർത്താനുള്ള ടൂളായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സനാതനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള സനാതന ധർമ്മങ്ങളല്ല നമുക്ക് വേണ്ടത്. ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് അതിനെ അടിത്തറ എന്ന് പറയുന്നത്, എല്ലാ ധർമ്മങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത് അത് ജനാധിപത്യം തന്നെയായിരിക്കണം. എല്ലാവർക്കും ഒരേ അവസരങ്ങൾ ലഭ്യമാവുന്ന അവസര സമത്വമുള്ള ഒരു രാജ്യം തന്നെയായിരിക്കണം എന്നുള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ അറേബ്യയെക്കുറിച്ച് പറഞ്ഞു വന്നല്ലോ. മുഹമ്മദ് നബി ജനങ്ങളോട് സംസാരിക്കുന്ന കാലത്ത് അവിടെ വിശ്വാസം എന്ന് പറയുന്നതിന് ഒരതിരും ഉണ്ടായിരുന്നില്ല. എന്താണ്, എങ്ങനെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഗോത്രവർഗങ്ങളിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്, പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട്, പലരും പല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മുഹമ്മദ് നബി നേരത്തെ അധ്യക്ഷയൊക്കെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ എല്ലാം വിശ്വസിച്ച് എന്തിനേയും പുറകെ പോകുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അതിനകത്ത് നിന്നുകൊണ്ട് ഒരു രാജ്യം മുന്നോട്ട് പോകില്ല, ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഒറ്റ ദൈവത്തിലായിരിക്കണം. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയണം, ഒന്നിനകത്ത് നിൽക്കാൻ കഴിയണം. അവിടെയാണ് മുഹമ്മദ് നബി പുതിയ കാലത്തിൻ്റെ ആ കാലത്ത് ഒരു പുതിയ ചിന്താഗതി എന്നുള്ള നിലയിൽ അദ്ദേഹം ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസം അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തിൽ അഖ്നാട്ടൻ എന്ന് പറയുന്ന മമ്മിയുടെ രൂപത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ പിരമിഡ് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അഖ്നാട്ടൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിന് ശേഷം വരുന്ന തുത്തുങ്കമൻ എന്ന് പറയുന്ന അഖ്നാട്ടിന് ശേഷം വരുന്ന ഭരണാധികാരി, അവരൊക്കെ ഏകദൈവ വിശ്വാസം വേണമെന്ന് പറഞ്ഞവരാ. പക്ഷേ അവർക്ക് അതൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അവസ്ഥയായിരുന്നില്ല അന്ന് നിലനിന്നിരുന്നത്. പക്ഷേ മുഹമ്മദ് നബി പറഞ്ഞ കാലഘട്ടത്തിലും ഇത് നടപ്പിലാക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷേ നബിയിലുള്ള വിശ്വാസവും അദ്ദേഹത്തിനോടുള്ള കൂറും അദ്ദേഹം അത് അവതരിപ്പിച്ച രീതിയും അദ്ദേഹത്തിന് ജനങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ ആ വിശ്വാസത്തിനോട് അടുക്കുകയും മുഹമ്മദ് നബി പറഞ്ഞ ഏകദൈവ വിശ്വാസവുമായി ചേർന്ന് പോകാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. അവിടെ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുക. അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളെ ഇവിടെ ബിംബങ്ങളില്ല. അതുവരെ ബിംബങ്ങളുണ്ടായിരുന്നു, ചിത്രങ്ങളുണ്ടായിരുന്നു. ബിംബമില്ലാതെ പൂജയില്ലാതെ, വലിയ ആരാധനാലയങ്ങളില്ലാതെ ഒരു ദൈവിക വിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നിന്നിടത്ത് നിന്നാണ്, അതല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധമായിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെ നിന്നും പ്രാർത്ഥിക്കാം. അതിനൊരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. അതുവരെ പ്രീസ്റ്റ്ഹുഡിനായിരുന്നു പ്രാധാന്യം. ഇവിടെ പൗരോഹിത്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിടത്ത് നിന്ന് ഇനി പുരോഹിതനില്ല, നിനക്ക് നേരിട്ട് നിന്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു, നിനക്ക് നേരിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാമെന്ന് മുഹമ്മദ് നബി സാധാരണ മനുഷ്യന്മാരോട് പറയുക.
അത്ഭുതകരമായിട്ട് തോന്നാം. ഒരു പള്ളിക്കകത്ത് അല്ലെങ്കിൽ നിസ്കാരം നടക്കുന്ന ഒരിടത്ത് അവിടെ ഒരു ഉച്ചനീതിത്വവും ഇല്ല. ആർക്കും കടന്നു വന്ന് അവിടെ പ്രാർത്ഥിക്കാം. അവിടെ ഒരു മാറ്റി നിർത്തവുമില്ല. എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഹാരുണൽ റഷീദ്, നമുക്കറിയാം, ഹാരുണൽ റഷീദ് ചക്രവർത്തിയായിരുന്നു. റിനൈസൻസ് നടത്തിയ വളരെ സുപ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു. ഹാരുണൽ റഷീദ് ഒരു ദിവസം പള്ളിയിൽ നിസ്കരിക്കാൻ ചെന്നപ്പോൾ തൊട്ടടുത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇരുന്ന ആൾ എഴുന്നേറ്റ് മാറി നിന്നു. അപ്പോൾ ഹാരുണൽ റഷീദ് ചോദിച്ചു, എന്തു പറ്റി, നിങ്ങളെന്തിനാ ഇങ്ങനെ എണീറ്റ് ഓടുന്നത്? നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാമല്ലോ, ഒരുമിച്ച് വന്നതല്ലേ, ഒരുമിച്ച് നിസ്കരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു, അയ്യോ, ഞാനെങ്ങനെയാണ്, അങ്ങ് ഭരണാധികാരിയാണ്, അങ്ങയുടെ അടുത്ത് ഞാനെങ്ങനെയാണ് നിസ്കരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ, ഹാരുണൽ റഷീദിൻ്റെ ബാർബറായിരുന്നു കൂടെ വന്നിരിക്കുന്ന ആൾ, അവിടെ ഉണ്ടായിരുന്ന ആൾ. ഞാനും അങ്ങും ഒരുമിച്ച് എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? അത് ശരിയാവില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിന്നപ്പോൾ ഹാരുണൽ റഷീദ് പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞത് മനുഷ്യനെ വേർതിരിക്കാൻ, ഇത്തരത്തിലുള്ള അവൻ്റെ ജോലി, അവൻ്റെ പ്രവൃത്തി, അതുകൊണ്ട് അവനെ വേർതിരിക്കുന്ന ഒരു സങ്കല്പം മുഹമ്മദ് നബി നമ്മളുമായി പങ്കുവച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും നീയും ഒരുമിച്ച് ഒരേ സമയം ഒരേപോലെ ഒരേ ദൈവത്തിനെ നിസ്കരിക്കാൻ പോവുക, ഒരേ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പോവുക. അതിലൊരു പക്ഷഭേദവും നമ്മൾ കാണിക്കേണ്ടതില്ലെന്ന് ഹാരുണൽ റഷീദിനെ പോലെയുള്ള ഒരു ഭരണാധികാരി പറയുകയാണ്. അപ്പൊ ലോകത്താകമാനമുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ എല്ലാ കാലവും ഉയർന്നു വന്ന ഒരു ചിന്താധാര അതാണ്. മറ്റുള്ളവളെ മാറ്റി നിർത്തലല്ല, മറിച്ച് ചേർത്തു പിടിക്കുന്ന അതൊരു രാഷ്ട്രീയമാണ്, ഈ ചേർത്തു പിടിക്കലിൻ്റെ രാഷ്ട്രീയം അല്ലേ? ആ ചേർത്തു പിടിക്കലിൻ്റെ രാഷ്ട്രീയമാണ് ഇസ്ലാം മതം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ചേർത്തു പിടിക്കലും ആലിംഗനം ചെയ്യലും ഒരുമിച്ചു പോകലും കൈകോർത്തു പിടിക്കലും ഒക്കെ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ മാർഗങ്ങളാണ്, ഏറ്റവും വലിയ ഐഡിയോളജിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂജയും ബിംബങ്ങളും മാത്രമല്ല, മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ ഗ്രീസിൽ നിന്ന് ട്രോയ് യുദ്ധത്തിന് പോകുമ്പോൾ ഭരണാധികാരിക്ക് ബലി കൊടുക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. കന്യകയായ ഒരു പെൺകുട്ടിയെ ബലി കൊടുക്കാൻ വേണം. പെൺകുട്ടിയെ കിട്ടാനില്ല, ആരും കൊടുക്കില്ല, സ്വന്തം മക്കളെ ആരും കൊടുക്കില്ലല്ലോ, ബലി കൊടുക്കാൻ തയ്യാറല്ല, എല്ലാവരും മാറി നിൽക്കുകയാണ്. ഭരണാധികാരി പ്രശ്നത്തിലായി. അവസാനം യുദ്ധം ജയിക്കാൻ ബലി കൊടുക്കണമെന്നാണ് വിശ്വാസം. മറ്റൊരു വഴിയുമില്ല. അദ്ദേഹം സ്വന്തം മകളെ, 13 വയസ്സുള്ള സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് വന്ന് ബലി നൽകി യുദ്ധത്തിന് പോയി. യുദ്ധമൊക്കെ ജയിച്ച് തിരിച്ചു വന്നു. പക്ഷേ സ്വന്തം മകളെ, 13 വയസ്സുള്ള സ്വന്തം മകളെ ബലി കൊടുത്തിട്ടാണ് പോയത്. ബലി, മനുഷ്യ ബലി എന്ന് പറയുന്നത് ഒരു സ്ഥിരം പതിവായി, പ്രത്യേകിച്ച് ഉന്നത സമുദായത്തിൽപ്പെട്ടവർ, ഉന്നതരായിരുന്നവർ, അധികാരികൾ, അവർ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്നത് ഒരു നിത്യസംഭവമായിരുന്നു മുൻപുള്ള കാലങ്ങളിൽ. എന്നാൽ നബി അതിൽ തിരുത്തുണ്ടാക്കി. ഈ പറയുന്ന തരത്തിൽ ഈ പറയുന്ന ഗ്രീസിൽ മാത്രമല്ല കേട്ടോ, ഇൻക, ആസ്റ്റിക്, മായൻ, അമേരിക്കൻ സംസ്കാരങ്ങളാണ്. ഇന്ത്യക്കകത്ത് ഇതേ സംസ്കാരം നിലനിന്നിരുന്നു. ബലി കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. നമ്മളെ ഒരു കവിതയിലുണ്ടല്ലോ, പാലം പണിയുമ്പോൾ കെട്ടുറക്കഴിഞ്ഞിട്ട് ഭാര്യയെ പിടിച്ച് അതിൽ ചേർത്ത് പാലം പണിത കവിതയൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നമ്മുടെ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്നു. ഭർത്താവിന് പുണ്യം കിട്ടാൻ വേണ്ടി ഭാര്യയെ സതി അനുഷ്ഠിപ്പിക്കുന്ന രാജ്യമായിരുന്നു നമ്മൾ. അതേ ചിതയിലേക്ക് തള്ളിയിടുന്ന രാജ്യമായിരുന്നു നമ്മുടേതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം ഇത്തരത്തിലുള്ള മനുഷ്യ ബലികൾ നടന്നിരുന്നിടത്തുനിന്ന് മുഹമ്മദ് നബി അത് പാടില്ലെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി, ദൈവത്തിന് മുന്നിൽ നിങ്ങൾക്ക് എന്തും അർപ്പിക്കാം, പക്ഷേ അർപ്പിക്കുമ്പോൾ അത് നമുക്ക് സ്വയം വേണമെങ്കിൽ അർപ്പിക്കാം, മകനെ വേണമെങ്കിൽ അർപ്പിക്കാം. പക്ഷേ അവിടെ നിന്നൊരു തിരുത്തു വന്നു. അതിനു പകരം നിങ്ങൾക്ക് ഒരു മൃഗബലി നടത്തിക്കൊണ്ട് അതിൽ തൃപ്തിയടയാമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ കൊല നടത്തുന്നതിനെ, അതിനെ കേവലം പൂജയുടെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്നതിനെ തടയുകയും ചെയ്തത് മുഹമ്മദ് നബിയാണ്. ഗോത്രവർഗങ്ങൾക്കിടയിൽ അത് വലിയ ചലനമാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന ഇപ്പം നോയമ്പെടുക്കുന്നത്, ഞാൻ കൃത്യമായിട്ട് നോയമ്പെടുക്കുന്ന ഒരാളാണ്. അത് ഈ പറഞ്ഞ പോലെ മഞ്ചേരിയിൽ വന്ന് താമസിച്ചതിന് ശേഷമാണ് നോമ്പെടുക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ നോമ്പെടുക്കുന്നത് അതൊരു കോയിൻസിഡൻസ് ആണ്, നിങ്ങളോട് അത് ഷെയർ ചെയ്യാൻ ഞാൻ. എൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അമ്മ ഇന്നില്ല, അമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ച ഒരവസ്ഥയിൽ
ഹോസ്പിറ്റലിൽ ഞാനും അമ്മയും കൂടെ നിൽക്കുന്ന സമയത്താണ് നോയമ്പ് കാലം വന്നത്. അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണ്ട, എനിക്ക് അമ്മയും വിട്ട് അത്രയും സമയം മാറി നിൽക്കാൻ കഴിയില്ല, മാറി നിൽക്കണ്ട. അപ്പം അമ്മയ്ക്ക് അവിടെ ഭക്ഷണം റൂമിലെത്തും, ആ ഭക്ഷണം കഴിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് നോയമ്പ് മാസം വരുന്നത്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ നോയമ്പെടുക്കാം. സത്യത്തിൽ ഞാൻ നോയമ്പെടുക്കാം എന്ന് തീരുമാനിച്ചത് ഭക്ഷണത്തിന് വേണ്ടി അത്രയും സമയം അമ്മയെ അവിടെ ഒറ്റയ്ക്കിട്ട് എനിക്ക് പോകാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ് നോയമ്പെടുക്കാം. അപ്പോൾ ഏകദേശം ആ ഒരു മാസക്കാലം ഞാൻ അവിടെ തന്നെയായിരുന്നു, ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഞാൻ കൃത്യമായി നോയമ്പെടുത്തു. അമ്മയ്ക്ക് കൊണ്ടുവരുന്നതിൻ്റെ ബാക്കി ഓഹരി കഴിച്ച് സന്ധ്യയ്ക്ക് ശേഷം ആ ഓഹരി കഴിച്ച് ഞാൻ എൻ്റെ നോയമ്പ് മുറിക്കുന്ന അവസ്ഥയായി. അങ്ങനെ അതിന് നോയമ്പെടുത്ത് ശീലിച്ച ഇത് അന്നത്തെ മീറ്റിങ്ങിന് വന്നപ്പോൾ ഉള്ള ആളായിരിക്കും കേട്ടോ വരുന്നത്, അതല്ല എൻ്റെ മൂത്തയാളാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നോയമ്പെടുക്കുന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന, നോയമ്പെടുത്തിട്ട് എന്താ കാര്യം, നിങ്ങൾ പിന്നെ പോയിട്ട് മൂക്കുമുട്ട തിന്നില്ലേ, വൈകുന്നേരമായാൽ പിന്നെ അതുവരെ പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം സന്ധ്യയ്ക്ക് ബാങ്ക് അങ്ങോട്ട് കൊടുത്താൽ ഒന്ന് നിസ്കരിച്ചോടി വന്നിട്ട് ഉള്ള പിന്നെ കോഴിയിറച്ചിയും ബിരിയാണിയും എല്ലാം അടിച്ച് വല്ലാത്തൊരു തീറ്റയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇതിൽ വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യും. ഞാനും നോയമ്പെടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്നതൊക്കെ ഞാനും തിന്നാറുണ്ട്. പക്ഷേ ഇതിനൊരു വളരെ സയൻറ്റിഫിക്കായ ഒരു വശം ഇതിൻ്റെ പിറകിലുണ്ട്, നമ്മൾ കാണാതെ പോകരുത്. ഈ മനുഷ്യന് 11.5 മണിക്കൂറോളം നേരം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ആമാശയത്തിൽ, നിങ്ങളുടെ കുടലിനകത്ത് ഒരു പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ഹോർമോൺ വെറുതെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഇവനിതാ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ശരീരം പറയാണ് ഇവനിങ്ങനെ അവശനായിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഇവനെ രക്ഷിക്കാനുള്ള, അവന് എനർജി കൊടുക്കാനുള്ള ഒരു മെക്കാനിസം വേണം. ആ മെക്കാനിസമാണ് ഈ ഉണ്ടാകുന്നത്. ആ മെക്കാനിസം സംഭവിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന ഹോർമോണുകൾ, അത് നിങ്ങളുടെ ശരീരത്തിന് ഓട്ടോ ഇമ്മ്യൂണിറ്റി, നിങ്ങളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കും. നിങ്ങളുടെ ശരീരത്തിന് പല രോഗങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള കഴിവ് കൊടുക്കും. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം എന്ത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന തരത്തിലുള്ള ഡയറ്റ് മെക്കാനിസമാണ്. ഇതുപോലെയുള്ള ഇടവിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇപ്പോൾ യൂറോപ്യൻകാർ പറയുമ്പോൾ നമ്മൾ എന്നാ ഒന്ന് എടുത്തു നോക്കാമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഇതേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് മുഹമ്മദ് നബി അന്ന് ഈ പറയുന്ന സയൻസ് ഒന്നും വികസിക്കാത്ത, ഈ പറയുന്ന അറിവൊന്നും എവിടെയും എത്താത്ത ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച്, യൂറോപ്യന്മാർ കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിക്കാത്ത കാലത്ത് നമ്മളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയൊരു ജീവിത ശൈലി നമ്മളോട് പറഞ്ഞത്. കൃത്യമായി നിങ്ങൾക്ക് ഭക്ഷണശീലം എന്തു വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. നിങ്ങളുടെ വസ്ത്രം, ഇപ്പോൾ വസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നിങ്ങളുടെയൊക്കെ വസ്ത്രം നോക്കി അറിയാൻ നിങ്ങൾ ആരാന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വസ്ത്രം ഈ പറഞ്ഞ പോലെ ഞാനും നിങ്ങളുമൊക്കെ തീരുമാനിക്കുന്ന വസ്ത്രമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. നാളെ നമുക്ക് മറ്റൊരു വസ്ത്രം ഇടാൻ തോന്നിയാൽ നമ്മൾ അതായിരിക്കും ഇടുക. അതിലൊന്നും ആരും കൈകടത്തിയാൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം വനിതകൾക്ക് ഈ പറയുന്ന വസ്ത്രം നൽകിയിരുന്ന കാലത്ത് നമ്മൾ ഈ പർദ്ദ, തട്ടം മറയ്ക്കുന്നു എന്നൊക്കെ പറയും, മുഖം കാണിക്കുന്നില്ല, കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയല്ലോ. പക്ഷെ ആ കാലത്ത് ഇങ്ങ് കേരളത്തില് സ്ത്രീകൾ മാറുമറിക്കാൻ കഴിയാത്ത കാലത്തായിരുന്നു. അതിനുശേഷം കുറെ കൂടെ ലേറ്റർ പീരീഡിൽ വന്നപ്പോഴും സ്ത്രീകളുടെ കാലം ഇത് തന്നെയായിരുന്നു. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന, നമ്മളുടെ നാഷണൽ മൂവ്മെന്റ് നടക്കുന്ന കാലത്ത് പോലും മാറുമറിക്കാൻ കഴിയാതെ സമരമുഖങ്ങളിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലായിരുന്നു കേരളത്തിൽ. യൂറോപ്പും വ്യത്യസ്തമായിരുന്നില്ല. യൂറോപ്പിലെ നിങ്ങൾ വിചാരിക്കേണ്ട സ്ത്രീകൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു എന്ന്. യൂറോപ്പിലെ സ്ത്രീകൾക്ക് മുട്ടിന് താഴേക്ക് കാണിക്കണം, അതിൻ്റെ മുകളിലേക്കുള്ള വസ്ത്രമേ പറ്റൂ. ഏതാ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലേ. അപ്പോൾ വസ്ത്രത്തിൽ റെസ്ട്രിക്ഷൻ വെച്ചിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് തൻ്റെ എല്ലാ അവയവങ്ങളും മറയ്ക്കാൻ കഴിയുന്ന, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മറയ്ക്കാൻ കഴിയുന്ന വസ്ത്രം നൽകിയത് അത് മുഹമ്മദ് നബിയുടെ ഒരു വലിയ ഒരു പുതിയ മാറ്റമായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി
ഞാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും ചോദിക്കുന്നത്, നിങ്ങളൊക്കെ പോയിട്ട് എന്ത് ഇവരോട് പറയുന്നത്? അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? അവിടുത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളൊക്കെ വലിയ ഫെമിനിസ്റ്റൊക്കെ സംസാരിച്ച് നടക്കുന്നവർക്കൊക്കെ അവിടെ എന്താ കാര്യം? യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫെമിനിസ്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാൻ. ഏറ്റവും നല്ല ഫെമിനിസ്റ്റ് ആയിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആദ്യത്തെ ലോക നേതാവാണ് മുഹമ്മദ് നബി. നമ്മൾ അല്ലെന്ന് പറയാൻ പാടില്ല. സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത് മുഹമ്മദ് നബിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പകുതി പുരുഷന് കൊടുക്കുന്നതിന്റെ പകുതിയല്ലേ കൊടുക്കുന്നുള്ളൂ എന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ മറ്റെവിടെയും പകുതിയും കൊടുത്തിരുന്നില്ല. ഒന്നും കൊടുക്കാതിരുന്ന ഒരു ലോകക്രമം ഉള്ളിടത്താണ് പകുതിയെങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്. അതിന് നബി കൃത്യമായ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. വെറുതെ അല്ല പകുതി കൊടുക്കാൻ പറഞ്ഞത്, അവക്ക് മെഹർ കൂടെ കിട്ടുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പുരുഷനേക്കാൾ സമ്പത്ത് ആർജിക്കാൻ കഴിയുന്നത് സ്ത്രീക്കാണ്. സ്ത്രീധനം നിരോധിച്ച് മെഹർ സംവിധാനം ലോകത്തെവിടെയും ഇല്ലാത്ത തരത്തിൽ നടപ്പിലാക്കിയത് അത് മുഹമ്മദ് നബിയുടെ ഒരു പുതിയ മാറ്റമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാം. അതുമാത്രമല്ല, സ്വത്തവകാശത്തിനകത്ത് നിങ്ങൾ ആലോചിക്കണം. പിതൃസ്വത്ത് മാത്രമല്ല, മാതാവിൻ്റെ സ്വത്തിന് അവകാശമുണ്ട്, മകന്റെ സ്വത്തിന് അവകാശമുണ്ട്. ലോകത്ത് മറ്റൊരിടത്തും മകൻ, അമ്മ ജീവിച്ചിരിക്കെ മകൻ മരണപ്പെട്ടാൽ ആ സ്വത്തിന് അമ്മ അർഹയല്ല. പക്ഷേ ഇസ്ലാമിനകത്ത് അത് സാധിക്കുന്നു. അങ്ങനെയൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതകരമായ വസ്തുതയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റെവിടെയില്ല. ഭാര്യയ്ക്കാണ് സ്വത്തവകാശം പോകുന്നത് സ്വാഭാവികമായിട്ടും. അപ്പോൾ അമ്മായിയമ്മ ഈ മരുമോളെ പിറകെ നടന്നിട്ട്, മോളെ എൻ്റെ കാര്യവും കൂടെ നോക്കണേ എന്ന് പറയേണ്ട സ്ഥിതിയാണ് മറ്റ് കമ്മ്യൂണിറ്റികളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ദീർഘമായ ദൂരക്കാഴ്ചയോടുകൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് നബി നമ്മുടെ മുന്നിൽ വെച്ചിരുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരുപാട് പ്രാസംഗികരുണ്ട്, നീണ്ടു പോയാൽ സമയം പോകും. മറ്റൊന്ന് വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും സോയയും ഒക്കെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വിടുക യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്. നമുക്ക് ഇന്ത്യയിൽ തക്ഷശില, നളന്ദ എന്നൊക്കെ പറഞ്ഞുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. പക്ഷേ തക്ഷശിലയിലും നളന്ദയിലും ഒക്കെ ഉണ്ടായിരുന്ന വിജ്ഞാന ശേഖരങ്ങൾ നമ്മളിങ്ങനെ അടച്ചുപൂട്ടി അവിടെ മാത്രം സൂക്ഷിച്ചിരിക്കുക, അത് പുറത്തേക്ക് നമ്മൾ വിടുന്നുണ്ടായിരുന്നില്ല. ഇവിടുന്നുള്ള നോളജ് എന്ന് പറയുന്നത് പുറത്തേക്ക് വിടാതെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ചൈനയിൽ നോളജ്, പലതരത്തിലുള്ള അറിവുണ്ടായിരുന്നു, അത് പുറം ലോകം അറിയുന്നുണ്ടായിരുന്നില്ല. ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്ന, ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്ന മധ്യകാലഘട്ടത്തിലൂടെ യൂറോപ്പ് മുന്നോട്ട് പോയിട്ട് അതിനുശേഷം നവോത്ഥാനം സംഭവിച്ച് യൂറോപ്പ് ഉണർന്നു വരികയാണ്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ പുനരുൽപാദനമാണ്. ഗ്രീക്കിലെയും റോമിലെയും ഒക്കെ സാഹിത്യകൃതികൾ വീണ്ടും എഴുതപ്പെടുക. അതിന് കാരണം ആരാണെന്നറിയോ? അതിന് കാരണക്കാർ മറ്റാരും അല്ല, ഈ ഗ്രീസിൽ നിന്നും റോമിൽ നിന്നും ഒക്കെ പലായനം ചെയ്തവരുടെ കയ്യിലുണ്ടായിരുന്ന അറിവുകൾ എഴുതി സൂക്ഷിച്ചിരുന്ന ഈ പറയുന്ന അറബ് രാജ്യങ്ങളിലെ വാണിജ്യത്തിനു വേണ്ടി അവിടെ സഞ്ചരിച്ചിരുന്ന ആളുകൾ എഴുതി സൂക്ഷിച്ചിരുന്ന അറിവാണ് പിന്നീട് ഈ ലോകത്തിനെ തന്നെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്ന പുതിയ അറിവിൻ്റെ സങ്കേതങ്ങളായിട്ട് മാറിയത്. ഇന്ത്യയിലെ ജ്ഞാനം 0 എന്ന് പറയുന്ന അക്കം ഉൾപ്പെടെയുള്ളത് യൂറോപ്പിലെത്തിയത് അറബികളുടെ ശ്രമഫലമായിട്ടാണ്. ഈ അറബ് ലോകത്തെ ഈ തരത്തിൽ വിദ്യാസമ്പന്നരാക്കാനുള്ള മുൻകൈയെടുത്തത് മുഹമ്മദ് നബിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അടിമയെ മോചിപ്പിക്കണമെങ്കിൽ 10 സ്വർണ്ണ നാണയം കൊടുക്കണം. 10 സ്വർണ്ണ നാണയം ഇല്ലാത്തവന് ഒരു അടിമയ്ക്ക് മോചനം നേടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, 10 പേരെ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ മതി. 10 പേരെ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ ഒരാൾക്ക് മോചനം ലഭിക്കുമെങ്കിൽ അത് 10 പേരെ എഴുത്തും വായനയും പഠിപ്പിക്കുക ഈക്വൽ ടു 10 സ്വർണ്ണ നാണയം. സ്വർണത്തെ പോലെ തന്നെ വിലയുള്ളതാണ്, അത്രയേറെ പ്രാധാന്യമുള്ളതാണ് നോളജ്, വിവരം എന്നുള്ളത് അദ്ദേഹം നമ്മളോട് പറയാ. വിദ്യ ആർജിക്കാൻ പറയാ, വിദ്യാധനം എന്ന് നമ്മളോട് പറയാണ്. ആ ധനം സമ്പാദിക്കാൻ പറയാ. ആ തരം വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങൾ
യൂറോപ്പിൽ ബാഗ്ദാദ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഏകദേശം 5 ലക്ഷത്തോളം പുസ്തകങ്ങൾ അടുക്കി വെച്ചിരുന്നു. അത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും കണ്ടെടുത്തിരുന്ന ക്ലാസിക് ഗ്രന്ഥങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചൈനയിലെ എൻസൈക്ലോപീഡിയ പകർത്തിയെടുത്ത് ബാഗ്ദാദ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത്രയേറെ ജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു മുഹമ്മദ് നബി. വിദ്യ എല്ലാവരിലേക്കും എത്തണം. നോളജ് ഇസ് പവർ. വിദ്യയാണ്, അറിവാണ് ശക്തി. ആ ശക്തി എല്ലാവരിലും എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന്. ഇനി 1-2 കാര്യങ്ങൾ കൂടെ. ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ബഹുസ്വരതയെയും സെക്യുലറിസത്തെയും ഒക്കെ കുറിച്ച് നിരന്തരം ചർച്ച ചെയ്യാറുണ്ട്. ബഹുസ്വരതയെക്കുറിച്ച് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ആണ് പൊതുയിടങ്ങളിലൊക്കെ പറയുമ്പോൾ അത് വലിയ പ്രശ്നം. സെക്യുലറിസം എന്നുള്ള വാക്ക് ഭരണഘടനയ്ക്കകത്തുനിന്ന് എങ്ങനെയാണ് മായ്ച്ചു കളയുക, ചുരണ്ടി മായ്ക്കാൻ പറ്റുമോ, പ്രിൻറ്റിങ് എററാക്കി മായ്ക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സെക്യുലറിസത്തിൻ്റെ ഏറ്റവും നല്ല പ്രോദ്ഘാടകനായിരുന്നു, അതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ച ആളായിരുന്നു മുഹമ്മദ് നബി. അദ്ദേഹം മറ്റൊരു മതസ്ഥരെയും ബലം പ്രയോഗിച്ച് കൺവേർഷൻ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അവരോട് സംസാരിക്കാം. ഒരാളെയും ബലം പ്രയോഗിച്ചുകൊണ്ട് കൺവേർഷൻ നടത്തേണ്ട കാര്യമില്ല. ഒരു കാര്യം മുഹമ്മദ് നബിയുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ച ഒരു അറിവിൽ, അദ്ദേഹം ഒരു പള്ളിയിൽ, അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും യഹൂദന്മാരും ഒക്കെ ഒരുമിച്ചിരുന്ന ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചു, നിസ്കരിക്കേണ്ട സമയമായി. അപ്പോൾ അവിടെയുള്ള മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കാം, നിങ്ങൾ നിസ്കരിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നിർത്താം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പുറത്തിറങ്ങി നിന്നിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു. അപ്പം നബി പറഞ്ഞു, എന്തിനാ നിങ്ങൾ പുറത്തിറങ്ങുന്നത്? നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ട സമയമല്ലേ ഇത് മുസ്ലിങ്ങൾ പള്ളിയാണെന്ന് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് എന്താ പ്രശ്നം? നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ, ഞാനിവിടെ ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കാം. തൊട്ടടുത്ത് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടയാൾക്ക് അവിടുന്ന് പ്രാർത്ഥിക്കാം. യഹൂദൻ എൻ്റെ ഇടതുവശത്തും വലതുവശത്തും ക്രിസ്ത്യനും യഹൂദനും നിന്ന് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞ സെക്യുലർ മനോഭാവത്തിൻ്റെ ഏറ്റവും വലിയ ബിംബമായിരുന്നു ഈ പറയുന്ന മുഹമ്മദ് നബി എന്ന് നമ്മൾ തിരിച്ചറിയണം. മദീന ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. മദീന നഗരത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെക്കാൾ നമ്പർ ഉണ്ടായിരുന്നത് അവിടുത്തെ യഹൂദരും ക്രിസ്ത്യൻസും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ഗോത്രവർഗ്ഗക്കാരുമൊക്കെയായിരുന്നു. അന്ന് മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച മദീന ഡോക്യുമെൻ്റിൽ അടിവരയിട്ട് പറയുന്നത്, യഹൂദനും ഗോത്രവർഗ്ഗക്കാരനും ക്രിസ്ത്യാനിക്കും മുസ്ലിം വിശ്വാസിക്കും ഒരേപോലെ എല്ലാ അവസരങ്ങളും നൽകുന്ന, എല്ലാ ജീവിത സാഹചര്യങ്ങളും നൽകുന്ന ഒരു ഭരണകൂടം ഞാൻ സ്ഥാപിക്കാം എന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. അതിനേക്കാൾ വലിയ ഒരു ബഹുസ്വരത നമുക്ക് മറ്റെവിടെയാണ് കാണാൻ കഴിയുന്നത്? അങ്ങനെ ഒരു ബഹുസ്വരതയുടെ പ്രോദ്ഘാടകൻ കൂടിയായിരുന്നു മുഹമ്മദ് നബി എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ റിസർവേഷൻ ബില്ലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഈ റിസർവേഷൻ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാനിന്ന് ഇങ്ങോട്ട് ഈ ഒരു യോഗം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ നബി എന്താണ് സ്ത്രീകളുടെ അധികാരത്തെക്കുറിച്ച്, സ്ത്രീകളുടെ പവറിനെ കുറിച്ച് പറഞ്ഞത് എന്നതാണ് ഞാൻ അന്വേഷിച്ചത്. മറ്റൊന്നുമല്ല, അദ്ദേഹം ഒരിടത്തും സ്ത്രീകളോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. അധികാരം കൈയാളാൻ സ്ത്രീക്ക് പ്രാപ്തിയുണ്ടെന്നും അവൾ അത് നേടേണ്ടതുണ്ടെന്നും ഭരണം നടത്താൻ അവൾ പ്രാപ്തയാണെന്നും തന്നെയാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. യുദ്ധമുഖങ്ങളിൽ പോലും ഒരല്പം പോലും തലകുനിക്കാതെ അന്തസ്സായി സ്ത്രീക്ക് പൊരുതി നിൽക്കാൻ കഴിയുമെന്ന മുഹമ്മദ് നബിയുടെ കാലം നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ളിടത്താണ് ഞങ്ങള് റിസർവേഷന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള തകൃതിയായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്ക് ഓർത്തിരിക്കണമെന്ന് ഒരിക്കൽ കൂടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ഈ മുഹമ്മദ് നബിയെ കുറിച്ച് സംസാരിക്കാൻ എന്നെ വിളിക്കുമ്പോൾ, ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇവിടെയുള്ള എൻ്റെ മുസ്ലിം സഹോദരിമാർ വിചാരിക്കും, മുഹമ്മദ് നബിയെ കുറിച്ച് ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഞങ്ങളുടെ വിശ്വാസമല്ലേ, ഒക്കെ ശരിയാ. പക്ഷേ ഒരു പ്രകാശത്തെ, ഒരു സൂര്യനെ
നിങ്ങൾക്ക് ഈ മുറം വെച്ചൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. മുഹമ്മദ് നബി എന്ന് പറയുന്നത് കേവലം മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രകാശമല്ല, മറിച്ച് അത് ലോകത്തിൻ്റെ പ്രകാശമാണ്. അതെൻ്റെ കൂടെ പ്രവാചകനാണ്. നിങ്ങളെ പോലെ തന്നെ ഈ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന, ഒരുമിച്ച് ജനത മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, കൈപിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനതയുടെയും പ്രവാചകൻ തന്നെയാണ് മുഹമ്മദ് നബി. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഇതുപോലെയൊരു ചർച്ചയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞത് വലിയ അനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടെ അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.